മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ കാറും ഏഴുമരണവും എന്ന പുസ്തകത്തിന്റെ മാഹി മേഖലയിലെ വിതരണോദ്ഘാടനം മാഹിയിൽ നടന്നു. പോണ്ടിച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് മാഹി MLA രമേശ് പറമ്പത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മാഹിയിലെ 100 പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനമാണ് മാഹിയിൽ നടന്നത്. പോണ്ടിച്ചേരി മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി ഇ വത്സരാജ് മാഹി MLA രമേശ് പറമ്പത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പത്രപ്രവർത്തകൻ മികവാർന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്ത് നടന്ന ഓർമ്മകൾ, ആ ഓർമ്മ ഒരു കാലഘട്ടത്തിൻ്റെ അവിസ്മരണീയമായ സംഭവ വികാസങ്ങളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ആ താലിമാല എവിടെ പോയി എന്നൊരു പുസ്തകവും, രണ്ടാമത് ആ കാറും 7 മരണവും എന്ന ആ പുസ്തകം, അതിലൊരുപാട് യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരുന്നതാണ്. തീർച്ചയായും വളരെ ദൂരവീക്ഷണത്തോടു കൂടി ആ കാലഘട്ടത്തെ ഇന്ന് പുസ്തക രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട നവാസിന് എൻ്റെ വളരെ അഭിവാദ്യം ഞാനിവിടെ അറിയിക്കുകയാണ്. അത്തരം ആ ഒരു കാലഘട്ടം പുതിയ തലമുറ അറിയേണ്ടതാണ്. അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായൊരു ഘടകം കൂടിയാണ്. പത്രപ്രവർത്തകൻ മാത്രമല്ല, നല്ലൊരു പ്രഭാഷകനും എഴുത്തുകാരനും അതേപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇപ്പം അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുകയാണ്. തീർച്ചയായും എക്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള പുസ്തകം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി പി രവീന്ദ്രൻ രമേശ് പറമ്പത്ത് MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. മാഹി പ്രസ് ക്ലബിലേക്കുള്ള പുസ്തകം കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രീജേഷ് ഷാച്ചാണ്ടിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ജയന്ത് മാഹി ഏറ്റുവാങ്ങി. അവിടുത്തെ ഒരു മരുമകൻ്റെ ഈ കാറ് വാങ്ങിയിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ ആദ്യമായിട്ടൊരു കാറ് വാങ്ങി സന്തോഷത്തിൽ ഈ കാറും എടുത്ത് ഉച്ചക്ക് വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. കാറ് സ്റ്റാർട്ട് ചെയ്ത് പാരീസിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കാറ് പുറത്തേക്ക് മെല്ലെ ഇങ്ങനെ ഓടിച്ചിറങ്ങുമ്പോഴാണ് ഒരു കോള് വരുന്നത്. മണവാട്ടി ജംഗ്ഷനിൽ ഒരാൾ വെട്ടേറ്റിട്ടുണ്ട്, അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ കാർ പിന്നോട്ടെടുക്കണോ എന്നറിയാതെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യും? ഇത് മര്യാദ ഓടിക്കാനൊന്നുമില്ല. നേരെ ഇറങ്ങേണ്ടത് ലോകൽ സ്റ്റോറിലേക്കാണ്. അവിടുത്തെ തിരക്ക്, ഇത് ബാക്കോട്ട് മര്യാദയ്ക്ക് എടുക്കാനൊന്നുമില്ല. അങ്ങനെ വളരെ സാഹസപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നു. സംഭവം നടന്ന ഉടൻ രാഷ്ട്രദീപിയാണ്, എല്ലാ മണിക്കൂറിലും അടിക്കുന്ന പത്രമാണ്. ഓരോ സംഭവങ്ങളുണ്ടാവും പത്രം അടിക്കും. അങ്ങനെ വളരെ സാഹസപ്പെട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രീനിവാസൻ ഒരു സിനിമയിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായത്. മെല്ലെ ആ കാർ എടുത്ത അതേ കാർ പോച്ച് തന്നെ കയറ്റിയിട്ട് നേരെ ജനറൽ ആശുപത്രിയിലേക്ക് ഓടുന്ന ഒരു രംഗത്തിലാണ് ആ അധ്യായം. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വെട്ടേറ്റ് മുഖം പിളർന്ന് കൈ വെട്ടി അറ്റു തൂങ്ങിയ നിലയിൽ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്ന ഒരാളെ കാണും. അയാൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരാളുടെ പേര് പറയുന്നു, ഞാൻ അറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആ അഡ്രസ്സും ഡീറ്റെയിൽസിൻ്റെ അടുത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു സംഘം പോകുന്നുണ്ട്. അവർ